ഇവൾ കുറച്ചുകൂടി മിടിക്കിയ മോളെ. അരുണിന്റെ ആസ്തിയെ പറ്റിയൊക്കെ അവൾക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകൂ. പെട്ടെന്നൊന്നും അവൻ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. ഇതവനൊരു കുടുക്ക. അത് നമ്മളായിട്ട് അഴിക്കണം. എന്നാലും ഇനി മാളുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയില്ലെങ്കിലും ശരി, അവളിവിടെ പാടില്ല. അമ്മയ്ക്ക് അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ എന്റെ സ്ഥാനം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ആവൂന്നാ എന്റെ പേടി. അവള് വീട് നോക്കാൻ സമർത്ഥയാ. രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂക്കും, വീടിനകം പുറമൊക്കെ അടിച്ചു തൂക്കും, നല്ല ഭക്ഷണം ഉണ്ടാക്കും, അമ്മായിയുടെ കാര്യങ്ങളും നോക്കും. ചുരുക്കി പറഞ്ഞ ഇളയ മരുമകളെ അമ്മായി മിക്കവാറും തലയിലെടുത്തു വെച്ചുകൊണ്ട് നടക്കാനാ സാധ്യത. അതുകൊണ്ടാ പറഞ്ഞത് വീട്ടുപണിയൊക്കെ നീയും വശത്താക്കണോന്ന്. അവിടെയാ പിഴവ് സംഭവിച്ചത്. നിന്നെ പോലെയാണ് മാളുവെന്ന് അരുണിനറിയാം, ഏട്ടത്തിക്കും. അതുകൊണ്ടാ ഒരു വീട്ടുജോലിക്കാരിയെ വീടിന്റെ മരുമകളായിട്ട് തിരഞ്ഞെടുത്തത്. നമ്മുടെ പോരായ്മ നമ്മൾ കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു പരാജയം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുപോലെ കിടന്ന് വെന്ത സമയങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതിനുള്ള പരിഹാരം എന്റെ മനസ്സമാധാനം, അവളുടെ പുറത്തേക്കുള്ള പോക്ക് മാത്ര. ഇനി അതിനുള്ള സാധ്യത കുറവാമേ. അങ്ങനെയെങ്കിൽ കൊല്ലണം, തെളിവില്ലാതെ. ആദ്യം അവരുടെ പോക്ക് എങ്ങോട്ടാന്ന് നോക്കട്ടെ. നീ ഒന്നിലും വിട്ടുവീഴ്ച ചെയ്യരുത്. അരുൺ ഭാര്യയായിട്ടാണ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നെങ്കിലും നിനക്കവൾ അടുക്കളക്കാരി മാത്രമായിരിക്കണം. വീട്ടിലുള്ളവർക്ക് വച്ചു വിളമ്പുന്ന ഒരു ജോലിക്കാരി. ഏട്ടത്തിക്ക് വയ്യാത്തോണ്ട് ഇവിടെ ഒരാളെ ജോലിക്ക് വെക്കണമെന്ന് ആലോചിച്ചിരുന്നല്ലോ. അതിനൊരു പകരക്കാരി വന്നു, അത്രയും കരുതിയാ മതി. അരുൺ സാറിന്റെ അപ്പച്ചി കല്യാണത്തിന് വന്നട കണ്ണ. അപ്പച്ചി വന്നോ? അയ്യോ, ഒരിക്കലും ഞാൻ അവരവിടെ പ്രതീക്ഷയല്ല. എടഞ്ഞൊക്കെയാ നിന്നത്, എങ്കിലും മുഹൂർത്തത്തിന് സാക്ഷിയായി. അതുപോലായിരുന്നു പാപ്പ പ്രാർത്ഥന. ഇന്ന് രാവിലെ മുതൽ ചേർത്തെടുത്ത ദേവി തന്നെയായിരുന്നു മനസ്സില്. അല്ല, ദേവിയുടെ മുമ്പ് വെച്ച് തന്നെയായിരുന്നല്ലോ കാർത്തു അരുണും തമ്മിൽ കണ്ടുമുട്ടിയത്. അതുകൊണ്ട് മുഹൂർത്ത സമയത്തൊക്കെ ദേവി എല്ലാത്തിനും സാക്ഷിയായിട്ട് അവിടെ നിന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവസാന നിമിഷം അപ്പച്ചി വരെ അവിടെ വന്നത്. പക്ഷേ കല്യാണത്തിന് തൊട്ടു മുമ്പ് പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടായി. അത് പറയാതിരിക്കാൻ പറ്റില്ല. എടാ, കാർത്തൂന് ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. എന്നെ ദീപനി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഗതി പൊളിഞ്ഞൊന്ന് കരുതിയതാ. ദൈവദൂതനെ പോലെ ഒരാൾ വന്നു, ഒരു രവി പറഞ്ഞ. അരുൺ സാറിന്റെ സുഹൃത്താ. അങ്ങേര് കാർത്തൂനെ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളെ. എന്നിട്ട് ആരായിരുന്നു ഈ കടുങ്ങി ചെയ്തത്? പ്രതികളായി ഞങ്ങൾ കാണുന്നത് രണ്ടുപേരെ. ഒന്ന് നിന്റെ കരുണം മാമ, മറ്റൊന്ന് അരുൺ സാറിന്റെ അപ്പച്ചി. എന്തായാലും രണ്ടു കൂട്ടരും ചടങ്ങിനുണ്ടായിരുന്നു. കരുണൊന്നും വന്നോ? മണ്ടത്തരങ്ങൾ കാണിക്കാതെ മാന്യമായിട്ട് ആ കല്യാണത്തിന് പങ്കെടുത്താ മതിയായിരുന്നു. നിനക്ക് വേണ്ടി അല്ലടി മോളെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എന്ത് ചെയ്തെന്നാ പപ്പി പറയുന്നേ? അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ. അതിനിപ്പം ദീപേട്ടൻ എന്തിനാ കൊണ്ടുപോയത്? എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോ അത് വല്ലതും പറഞ്ഞായിരുന്നോ? ദീപേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ ചത്തു കളയും. അവളുടെ ഒരു ദീപട്ടൻ. ആരാണ് നിന്റെ ദീപട്ടൻ? ആരെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ഈ പ്രായത്തിലെ ഇവക്കും എനിക്കും കാരണയുടെ ഗതിയില്ലായിരുന്നു. നിന്നെ പ്രസവിക്കാൻ ഇവള് തയ്യാറെടുക്കുമ്പോ നല്ല ആഹാരം പോലും ഇവക്ക് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ നാടി ഇങ്ങോട്ട് പിടിച്ചു കയറി വന്നത്. അങ്ങനെ പിടിച്ചു കയറിയത് എന്നു മുതലാ? ഞാൻ ജനിച്ച ശേഷം. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. നാശത്തിലേക്ക് അതിന്റെ പോക്ക്. നിങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ദീപേട്ടൻ സംശയിക്കുന്നത് എങ്ങനെയാ? ദീപം സംശയിച്ചാൽ നിനക്കെന്താടി? നിന്റെ ഭർത്താവ് ഉണ്ണിയാണ്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവ്. ഇന്നേ വരെ ഈ പപ്പ നിന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇനി പപ്പ പഴയ പപ്പയാകും. ഒരുത്തൻ ജയിലിൽ കിടക്കുന്ന കണ്ടോ? അങ്ങനത്തെ നമ്പറുകളെ ഇനിയും എന്റെ കയ്യിലുണ്ട്. അതൊക്കെ പപ്പ അങ്ങ് കയ്യിൽ തന്നെ വെച്ചാ മതി. ദീപേട്ടനെ എന്തെങ്കിലും ചെയ്താ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ മറ്റൊരു വിജിതയെ പപ്പയ്ക്കും അമ്മയ്ക്കും കാണേണ്ടി വരും.
എല്ലാവരും ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന്. പിന്നെ ഡോക്ടർ മാത്രം എന്താ മാറി നിന്നത്? ഗംഭീരമായിട്ട് ആ ചടങ്ങ് കഴിഞ്ഞടാ. കാർത്തൂനെ കൊണ്ടുപോയതേ ഒരാണാ. മോഹിച്ച പെണ്ണിനെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടും അതൊക്കെ തട്ടി മാറ്റിയിട്ടാ അരുൺ സാറ് കെട്ടിക്കൊണ്ടുപോയത്. നല്ല കാര്യം. അതിന് ഞാനെന്ത് വേണം? അതൊരു മാന്യമായ പറച്ചില്ല. എന്തായാലും കുറെ കാലം നിന്റെ തറവാട്ടി കഴിഞ്ഞതല്ലേ കാർത്തു? അങ്ങനെയുള്ളപ്പോ നീ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? ഇന്നാടാ ജയിലിൽ കിടക്കുന്ന നിന്റെ ഏട്ടൻ കുറെ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കുന്നത്. നിന്നെ നല്ല നിലയിൽ വളർത്തുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അവന്റെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഡോക്ടറായി വന്ന ശേഷം നീ കാർത്തൂന് വിവാഹം കഴിച്ച് കുടുംബം നോക്കുമെന്നൊക്കെ ആയിരുന്നു കണ്ട മനസ്സിൽ. എന്നിട്ട് അവന്റെ കടമകൾ ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടിയതോ? അവസാനം പവിത്രയും കാർത്തും തറവാട് വിട്ട് പോയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീ അല്ലടാ. നീ അത് ആസ്വദിക്കുകയല്ലായിരുന്നോ? നടന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണോ നിങ്ങൾ വന്നത്? ആ അതെ, അതും വേണമല്ലോ. നീ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ ഓർത്തെടുത്ത് പറയണമല്ലോ. ഇന്ന് കാർത്തൂന് നിന്നേക്കാളും നല്ലൊരു പയ്യനെ കിട്ടി. അതിലുപരി അരുൺ സാറിന് കിട്ടിയതോ 10 മാറ്റി തങ്കത്തിന്റെ തിളക്കമുള്ള ഒരു പെൺകുട്ടിയാടാ. എന്നാ അവക്ക് പകരം നീ കൂട്ടിക്കൊണ്ടുവന്നതോ? അതാടാ ദൈവത്തിന്റെ കളി. നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാടാ നിന്റെ ഭാര്യ. അങ്ങനെ വെറുതെ അങ്ങ് പറഞ്ഞാ മതിയോ? എന്റെ നോട്ടത്തിൽ 10 മാറ്റി തിളക്കമുള്ള തങ്കം എന്റെ ഭാര്യ. അതെ, ഇപ്പൊ ജനലിലേക്ക് ആരെങ്കിലും ടോർച്ച് അടിക്കുന്നുണ്ടോ? വീടിനകത്ത് തട്ടലും മുട്ടലും ഒക്കെ കേൾക്കുന്നുണ്ടോ? കാർത്തും പവിത്രയും വീട്ടിൽ നിന്ന് പോയ ശേഷം അതൊന്നും ഉണ്ടായിട്ടില്ല. നെഞ്ചത്ത് കൈവച്ച് പറയടാ ഉണ്ടായിട്ടില്ലാന്ന്. അവള് വലതുകാല് വെച്ച് കയറിയപ്പോ തന്നെ എന്റെ വലത് കണ്ണു തുടിച്ചു. അതിന്റെ ഫലം അവർക്കാണോ നമുക്കാണോ അനുകൂലമാവുന്നതെന്ന് നോക്കാം. ഇനി എന്ത് നോക്കാനാണമ്മേ? അവളുടെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. അവൾ അമ്മയുടെ തറവാട്ടിൽ കയറുകയും ചെയ്തു. ഇനി വെറുതെ കലഹത്തിന് നിന്നിട്ട് എന്താ അമ്മേ കാര്യം? എന്റെ തറവാട്ടിലെ മൂത്ത മരുമകൾ മോളുടെ ചേച്ചിയാ. ഇപ്പൊ കയറി വന്നവൾ അവിടുത്തെ അടുക്കളക്കാരിയാ. ഇനി അവൾക്ക് ആ സ്ഥാനമേ ഉണ്ടാവൂ. സാവകാശം പുകച്ചു പുറത്തു ചാടിക്കണം. അർഹതയില്ലാതെ കയറി വന്നവളെ. അങ്ങനെ ചാടിയാലും പിന്നാലെ അരണേട്ടം പോവും. പ്രേമിച്ച പെണ്ണിനോടുള്ള താല്പര്യമാണ് അവനിപ്പോ കാട്ടുന്നത്. ആ സമയത്ത് എല്ലാ ആണുങ്ങളും ബന്ധങ്ങൾ മറക്കും. എന്നാ കുറച്ചു കഴിയുമ്പോ മനസ്സിലാവും അവന്റെയൊക്കെ വളർച്ചയ്ക്ക് നിമിത്തമായവരാണ് ഇന്നലെ കണ്ടവരെക്കാളും നല്ലതെന്ന്. എന്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചമ്മേ. എന്നാ പിന്നെ മറ്റൊരു കല്യാണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയാലോ? വേറൊരു പയ്യനെ കണ്ടുപിടിക്കട്ടെ. എനിക്കിനി കല്യാണം വേണ്ടമ്മേ. ഞാൻ ഇനി ആരുടെ മുന്നിലും ഉടുത്തൊരുങ്ങി നിൽക്കാനും പോകുന്നില്ല. അറിയാം. എന്നാൽ മക്കളുടെ കുടുംബജീവിതം ആഗ്രഹിക്കുന്ന ഒരു അമ്മയ്ക്ക് മോളുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിൽ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നേക്കാളും വെറുപ്പാ മോളുടെ ചേച്ചിക്ക് കയറി വന്നവളെ. അതുകൊണ്ട് അവൾക്ക് ആ വീട്ടിൽ അധികം ആയുസില്ല മോളെ. മോളെ, മോളൊന്ന് ക്ഷമിക്കുക. അരുണിനെ പോലൊരു നല്ല പയ്യനെ നമ്മൾ വിട്ടുകളയരുത്. നമുക്കിടയിലുള്ള തടസ്സം അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ്. ആ കുഞ്ഞ് നേരത്തോട് നേരവും ഇല്ലാതാവും. പിന്നെ തടസ്സമില്ല. ഒന്നുകിൽ ശ്വാസം മുട്ടി അവൾ അവിടെ നിന്ന് പോണം. അവൾ ഇവിടുത്തെ അടുക്കളക്കാരിയാ. എല്ലാ പണിയും അവള് തന്നെ ചെയ്യണം. അവളുടെ വയറ്റിലെ ഒരു കുഞ്ഞുള്ളതാ. അതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടുത്താനൊന്നും പറ്റില്ല. ഈ സമയത്ത് കാർത്തൂന് എന്തെങ്കിലും നല്ല ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കുക വേണ്ടത്. ആര്? നിനക്കതിന് കഴിയില്ലെന്നറിയാം. അതുകൊണ്ട് ഒരമ്മായിയമ്മ എന്ന നിലയ്ക്ക് ഞാൻ ആ കടമ നിറവേറ്റിയേ പറ്റൂ. അവക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. നാളെ അവൾക്കൊരു കുഞ്ഞ് ജനിച്ചാ അത് അരുണിന്റെ കുട്ടിയാ. ഈ വീട്ടിലെ പേരക്കുട്ടിയാ. എന്നെ എന്താ ഇത്ര ഉറപ്പ്? അഴിഞ്ഞാടി നടന്ന ഒരുത്തിയാ. അവളുടെ കുഞ്ഞ് അരുണിന്റെ കുഞ്ഞാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊരു സംശയമൊന്നും കാണില്ല. പിന്നെ മറ്റുള്ളവർക്ക് അതിന്റെ ആവശ്യം എന്താ? ഈ മുറിക്കകത്തിരുന്ന് സംസാരിക്കുമ്പോ അത് ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചാ മതി. ഒരാള് പൂച്ചയെ പോലെ വാതിലിന്റെ അരികിലുണ്ടാവും. ഏട്ടത്തി. ഇനിയിപ്പോ അതിനുള്ള സാധ്യത കുറവാ.
എങ്കിലും പറയാൻ പറ്റില്ല. വലിയൊരു സംഭവം ഇതുവരെ തന്നോടോ പവിത്രത്തോടൊന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ വക്കീലിനോട് പോലും. ആ സംഭവത്തിലൂടെ നമ്മുടെ ഈ വിവാഹം നടന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഈ ബന്ധത്തിന് ചേർത്തെടുത്ത് ദേവിയുടെ ഒരു കയ്യൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പച്ചി തലവഴി മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊളുത്താൻ നിന്നപ്പോ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടായിരുന്നു. ആരും പറയാത്തൊരു ബുദ്ധി തലയിൽ ഉദിച്ചത്. എന്താ സാറ് പറഞ്ഞത്? പറഞ്ഞത് അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇപ്പൊ അതൊരു കള്ളമാണ്, എന്നാൽ നാളെ അത് സത്യമാവും. പറഞ്ഞേ, എന്താന്ന് പറയ. അമ്മയും മഞ്ജു ഏടത്തിയും കാർത്തൂനോട് എന്തെങ്കിലും ചോദിക്കോ എന്നായിരുന്നു എന്റെ പേടി. അവരത് ചോദിച്ചിരുന്നെങ്കിൽ താൻ ഉള്ളതുപോലെ പറയുകയും ചെയ്തേനെ. പിന്നെ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് എന്ത് പ്രളയം ഉണ്ടായാലും കുഴപ്പമില്ലെന്ന് ഞാൻ കരുതി. അമ്മ എന്നോട് ഇടയ്ക്ക് ശരീരമൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് വെറും പറച്ചിലല്ല. ഇനി അമ്മ തനിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരും. എന്തിന്? താൻ അമ്മയുടെ മരുമോളല്ലേ. അപ്പോ ഞാനല്ലേ നല്ല ഭക്ഷണം അമ്മയ്ക്ക് വെച്ച് വിളമ്പേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ മരുമക്കൾ അമ്മയാവാൻ പോകുമ്പോ അവർക്ക് അമ്മായിയമ്മ പ്രത്യേകം കെയർ കൊടുക്കില്ലേ? അതിന് ഇവിടെ ആരാ അമ്മയാവാൻ പോകുന്നത്? താൻ തന്നെ. വേണ്ട വേണ്ട. എന്തു പറ്റി കാർത്തു? എനിക്കെന്തോ എന്നെ തൊടണ്ട. സാരില്ല, താൻ പോയി കിടന്നോ. ഇനി അപ്പച്ചിയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങ് പോവും അല്ലേ? കെട്ടിക്കൊണ്ടു പോകുന്ന ആള് കുഴപ്പക്കാരനല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇവിടെ അരുൺ സാറ് തല പോയാലും കാർത്തൂനെ കരയിക്കില്ല. മറ്റൊരു കണ്ണൻ അല്ലെങ്കിൽ നമ്മളെയൊക്കെ പോലെ ഒരാള്, അത് അരുൺ സാറ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അല്ലലില്ലാതെ കാർത്തൂന് ജീവിക്കാം. പിന്നെ അവിടെ ആ കുട്ടിയെ സ്നേഹിക്കാൻ അരുൺ സാറിന്റെ അമ്മയുണ്ടല്ലോ. അവളായിരിക്കും വിജിത. അത് ആ പാവം മനുഷ്യനൊപ്പം ജയിലിൽ കിടന്നപ്പോ പോലുള്ള ആഗ്രഹം. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നീ നിന്റെ ജീവിതം വെച്ച് കളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഞാൻ എന്റെ ജീവിതം വെച്ചല്ല കളിക്കുന്നത്. വിജിതയാണ് അവളുടെ ജീവിതം എന്റെ മുമ്പിൽ അടിയറ വെച്ചത്. ഒരിക്കലും അവൾക്കിനി എന്നെ തള്ളി പറയാൻ പറ്റില്ല പെട്ട. അങ്ങനെ പറഞ്ഞാലും എന്റേതായ ഒരു സ്വത്ത് അവളുടെ കയ്യിലുണ്ട്. ഞാൻ അവക്ക് കൊടുത്ത കുഞ്ഞ്. കണ്ണേട്ടനോട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
ഉണ്ണിക്കൊരു കുഞ്ഞുണ്ടാവാത്തത് അവന് മക്കളെ വളർത്താൻ അർഹതയില്ലാത്തോണ്ടാ. കാർത്തുവിന്റെ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിച്ചവൻ ഇനി എന്റെ കുഞ്ഞിനെ വളർത്തട്ടെ. വല്ലവന്റെയും കുഞ്ഞ് അവനെ അച്ഛാന്ന് വിളിക്കട്ടെ. ഈ ജന്മം അവൻ ചെയ്ത പാപത്തിന്റെ ഫലം അതാണ്. കണ്ണേട്ടന്റെ ശാപത്തിന്റെ ഫലം. വലിഞ്ഞു കയറി വന്നോളല്ല കാർത്തു, അന്തസ്സായിട്ട് തന്നെ ഞാൻ ഇയാളെ കൂട്ടിക്കൊണ്ടു വന്നേ. എന്ത് അന്തസ്സാടാ? ആൾക്കാരെ അറിയിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് അമ്മയായ പെണ്ണിനെ. കുഞ്ഞിന്റെ അച്ഛൻ ഇവൻ തന്നെയാണെന്ന് ഉറപ്പുണ്ടോ? എനിക്കുറപ്പുണ്ട്, ഇയാൾക്കും. പിന്നെ നിങ്ങളെ ആരെയും അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഏട്ടത്തിയോട് കുറച്ച് മാന്യത കാട്ടാൻ പറയണം എന്റെ ഭാര്യയോട്. വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവള് മാന്യത കാട്ടണോ? ഒരു കാര്യം ചെയ്യ്, എങ്ങനെ ഇവളോട് പെരുമാറണമെന്ന് നീ ഒരു ചാർട്ട് ഉണ്ടാക്ക്. അതിനനുസരിച്ച് ഞങ്ങളൊക്കെ പെരുമാറാൻ ശ്രമിക്കാം. അപ്പച്ചി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ കേട്ടോണ്ടിരിക്കും. അതിനെതിരെ സംസാരിക്കാത്ത അപ്പച്ചിയെ അമ്മയെ പോലെ കാണുന്നോണ്ടാ. എന്ന് വെച്ച് എല്ലാവരുടെ മുമ്പിൽ പഞ്ചവച്ച് അടക്കി നിൽക്കാൻ പോകുന്നില്ല ഞാൻ. ഇതാണ് തലയണ മന്ത്രത്തിന്റെ ശക്തി. ഒറ്റ ദിവസം കൊണ്ടേ പുന്നാര അനിയൻ അടിമുടി മാറിയല്ലോ. ഏട്ടത്തിയുടെ സംസാരത്തിന് മറുപടി പറഞ്ഞു പോയാ അത് ക്രിമിനൽ കുറ്റം അല്ലേ? നിന്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞത് തന്നെ മഹാഭാഗ്യ. നീ ഇവളെ ഇനി തന്റെ ഇടം കൂടെ പഠിപ്പിക്കണ്ട. ഞാനായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. ഒരു മൂല ഒതുങ്ങിക്കൂടിയാലും പിന്നെയും ശല്യം ചെയ്യലോ എന്റെ ഏട്ടത്തി. അത് പാടില്ലെന്ന് പറയാൻ ഏട്ടന് പറ്റുന്നുണ്ടോ? അത് തിരുത്താനെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഞാൻ വരുമ്പോ എന്റെ കൺവെട്ടത്തി ഇവളെ കണ്ടുപോരുത്. അയ്യോ, ഇയാൾക്ക് മാജിക് അറിയില്ല. അറിയാമെങ്കിലും മാഞ്ഞു പോയെന്നെ. ഈ വീട്ടിൽ ഇപ്പൊ ഏട്ടത്തിക്കൂടെ അതേ അവകാശം തന്നെ ഇയാൾക്കുള്ളത്. പറഞ്ഞത് കേട്ടോ? ഇനി ഇതിനപ്പുറം വല്ലതും കേൾക്കാനുണ്ടോ? ഞാനും ഇവളും തുല്യരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു വീട്ടിൽ 2 മരുമക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 പേർക്കും തുല്യ സ്ഥാനം തന്നെയാ. അതങ്ങനെ വരുന്നവർക്ക്. ഇവളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഞാൻ ജോലിക്കാരിയായിട്ട് ഇവിടെ കഴിഞ്ഞോളാം. എന്ത് പറഞ്ഞാലും കേട്ടോളാം, ചെയ്തോളാം. എന്റെ പേരില് നിങ്ങളൊക്കെ തമ്മിൽ വഴക്കിടരുത്. സംസാരം കേട്ട എന്തൊരു പാവോ, പഠിച്ച കള്ളിയവള്. എന്നും നമ്മളൊന്നും ആരോഗ്യത്തോടെ ഇരിക്കില്ല ദേവേ. അവശത വന്നാൽ എല്ലാ വാശിയും കെട്ടടങ്ങും. തീർന്നോ? ഇതാ പള്ളിയിലച്ഛനാവേണ്ടവരെയൊക്കെ പിടിച്ച് ഭർത്താവാക്കിയാലുള്ള കുഴപ്പം. അവരിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരുടെ സ്വഭാവം പിടികിട്ടിയാലും എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. മാളവികയുടെ മനസ്സിൽ അരുൺ ഉള്ളിടത്തോളം കാലം എനിക്ക് അവൻ 2ാം കെട്ടുകാരനാണെന്ന് തോന്നേണ്ട കാര്യമില്ല. അതൊരു പോരായ്മയെ കരുതേണ്ട കാര്യമില്ല. നിങ്ങൾ നോക്കിക്കോ, അരുണിനെയും അവന്റെ ഭാര്യയെയും വേർപിരിച്ചിട്ട് എന്റെ മോളുടെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും. അതുകൊണ്ട് ഇനി എന്റെ തറവാട്ടിലേക്കുള്ള ഓരോ പോക്കും അതിനുവേണ്ടി മാത്രമായിരിക്കും. അല്ലെങ്കിലും മറുപടി കൊടുക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. മോള് കഴിക്കും മോളെ. അല്ല, ഉച്ചയ്ക്ക് മോക്ക് ഇഷ്ടപ്പെട്ട കറി എന്താ? അങ്ങനെയൊന്നുമില്ല. എന്ത് ചോദിച്ചാലും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ജോലിക്ക് നിന്നപ്പോ ഇവിടെ ഉണ്ടാക്കുന്ന എന്തായാലും കഴിക്കുമായിരുന്നല്ലോ. എന്നാൽ ഇപ്പൊ അതല്ല അവസ്ഥ. അധികാരത്തോടെ പറയാം എനിക്ക് ഇന്നത് വേണോന്ന്. നീ എന്താടാ അതൊന്നും ചോദിച്ചു മനസ്സിലാക്കാത്തെ? ഇയാള് നല്ല ഭക്ഷണം വെച്ച് വിളമ്പിയിട്ടേ ഉള്ളൂ. ഇയാൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. എന്നാ ഇനി അത് മാറണം. മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നീ മനസ്സിലാക്കണം. പച്ചമാങ്ങയും മസാല ദോശയൊക്കെ കഴിക്കാൻ കൊതി തോന്നുന്ന സമയം ഇത്.
എന്നുവെച്ച് അധികം എരിവും പുളിയൊന്നും വേണ്ടട്ടോ. ഞാൻ കഴിക്കും. തറവാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറുവാണെങ്കിൽ കണ്ണേട്ടൻ നാട്ടിലൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊരു വീട്ടിൽ കഴിയാം. ഒരേ മനസ്സുള്ളവർ എന്തിനാ രണ്ടായി കഴിയുന്നത്? എന്തായാലും എനിക്ക് സന്തോഷമായി. എല്ലാത്തിനും നന്ദി പറയേണ്ടത് ചേർത്തെടുത്ത് ദേവിയോടാ. ദേവി അത്ര കനിവില്ലാത്ത കൂട്ടത്തിലൊന്നുമില്ല. എല്ലാം കണ്ട് മനസ്സിലാക്കി വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യുന്നുണ്ട്. എങ്കിലും എന്റെ കണ്ണേട്ടൻ ജയിലിലായല്ലോ. എന്റെ ജാതകത്തിൽ ജയിൽവാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ മോളെ. ശനിദോഷം വരുമ്പോ ഭഗവാന്മാര് പോലും കടലിൽ ഒളിച്ച സമയമില്ലേ? പിന്നെ നമ്മള് മനുഷ്യന്മാർ അതിനേക്കാളും മേലെയാണോ? ഞങ്ങളെന്നാ പോട്ടെ കണ്ണേട്ടാ. ശരി. ആ വീട്ടിലെ നല്ല മരുമകളായി അരുണിന്റെ അമ്മയൊക്കെ സ്നേഹിച്ച് എല്ലാരെ കൊണ്ടും നല്ലത് പറയിക്കണം. ശരി കണ്ണേട്ടാ. കൃഷിമന്ത്രിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ കണ്ണേട്ടന് റിലീസാവാൻ പറ്റിയേക്കും. അതിനുവേണ്ടി ഇനിയും ശ്രമങ്ങൾ തുടരും. ശരി, പോവാം. നടക്ക്. ഓക്കെ മോളെ. എങ്ങനെയുണ്ട് പറമ്പൊക്കെ? നീ പറഞ്ഞ പോലെയൊക്കെ ഇത് കിട്ടൂ? ഒരു 2-3 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു. ഇപ്പോ വസ്തുവിനൊക്കെ വില ഇടിഞ്ഞില്ലേ? 3 ഏക്കറുണ്ട്. ഇത്രയും പ്രോപ്പർട്ടി വലിയ തുക കൊടുത്ത് ആര് വാങ്ങുന്ന? അല്ലെങ്കിൽ പിന്നെ മുറിച്ചു വിൽക്കണം. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനില് അതും പോകാൻ ബുദ്ധിമുട്ടാ. തെങ്ങ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഗൾഫുകാരന്റെ പറമ്പാ ദീപേട്ടാ. നോക്കാനും കാണാനൊന്നും ആരുമില്ല. അങ്ങേരിങ്ങ് വന്നു കഴിഞ്ഞാ കരാർ എഴുതാന്നാ പറഞ്ഞത്. ദീപേട്ടൻ നോക്കി നടത്തിയ പൊന്നു വിളയിക്കാം. എനിക്ക് ദീപേട്ടൻ വിലപ്പെട്ടൊരു സമ്മാനം തന്നിരുന്നു, ഒരു കുഞ്ഞിനെ. അതീരി ചെവി അറിയാനും പോകുന്നില്ല. എന്റെ പേരിൽ തന്നെ വാങ്ങണമെന്നില്ല. ഏയ്, അത് ശരിയാവില്ല. പ്രോപ്പർട്ടി ദീപേട്ടന്റെ പേരിൽ കിടന്നാലേ ദീപേട്ടൻ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാനും എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ചെയ്തു തരണ്ടേ? നിന്റെ മനസ്സിൽ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നോ? എനിക്ക് വേണ്ടിയാ ദീപേട്ടൻ ജയിലിൽ പോയത്. അന്നങ്ങനെ ചെയ്തില്ലെങ്കിൽ അവിടെ തീരുമായിരുന്നു എന്റെ ജീവിതം. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അതും ദീപേട്ടൻ എനിക്ക് തന്നതാ. അതിന് പകരാവില്ല ഇതൊന്നും. പിന്നെ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ദീപേട്ടൻ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ജീവിക്കുന്നത് കാണാൻ വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു തരുവാ. പറമ്പ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല, കൃഷി ഇറക്കാനും കാശ് വേണം. എത്ര വേണോന്ന് പറഞ്ഞാ മതി, അതൊക്കെ അക്കൗണ്ടിൽ എത്തിയിരിക്കും. ഇനിയിപ്പോ കൃഷിക്കാരുടെ കാലമാണെന്നാണല്ലോ പറയുന്നത്. നല്ലൊരു കൃഷിക്കാരനായിക്കോ. എല്ലാം കഴിഞ്ഞ് ഇതിനകത്തൊരു കുഞ്ഞു വീടും വെക്കാം. അതൊക്കെ കഴിയുമ്പോ ഞാൻ വരാം, ഒരു കുഞ്ഞുമായിട്ട്. അത്രത്തോളം ഒന്നും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ എന്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞെന്നേ ഉള്ളൂ. ഏതായാലും പറമ്പ് കൊള്ളാലോ.
ആ ദാനം കിട്ടുന്ന പറമ്പല്ലേ, അതിനെ കുറ്റം പറയേണ്ട കാര്യം എന്താ? കണ്ണേട്ടന് ഇനി പൊന്നു വിളയിക്കാൻ പോകുന്ന പറമ്പ ഇത്, ഉഴുത് മറിക്കാൻ പോകുന്ന പറമ്പ്. ദീപേട്ടാ, ഇങ്ങോട്ട് വാ ദീപേട്ടാ. ചെക്കപ്പിന് പോയിട്ട് എങ്ങനെയുണ്ട് കാർത്തൂന്? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ കാർത്തു? ഇല്ല. ശരീരം ശരിക്കു സൂക്ഷിക്കണം, നന്നായി ഭക്ഷണം കഴിക്കണം, അതും കഴിക്കാവുന്നത് മാത്രം. ഈ സമയത്ത് അധികം പണിയൊന്നും ചെയ്യണ്ട. പിന്നെ ഏട്ടത്തിയുണ്ടല്ലോ, 2 പ്രസവിച്ച ഏട്ടത്തിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതനുസരിച്ച് അങ്ങ് പോയാ മതി. ഞാൻ പറയുന്നത് കാർത്തൂന് മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ ഏതായാലും നീ ഇവളെ വിവാഹം കഴിച്ചു. അതിന്റെ പേരിൽ ദേഷ്യപ്പെട്ട് മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ നിന്നെ കാണാതിരിക്കാനും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഇനിയിപ്പോ ദേഷ്യവും വിദ്വേഷവും ഒക്കെ തൽക്കാലം മാറ്റിവെക്കാം. പുറത്തുപോയിട്ട് ഇവൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്ത മോനെ? പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞെങ്കിലും കാർത്തു സമ്മതിച്ചില്ല. ഈ സമയത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കഴിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലും പോണം. അമ്മയുടെ ആരോഗ്യമാണ് കുഞ്ഞിന്റെ ഏറ്റവും നല്ല മരുന്ന്. ആ ഓർമ്മ വേണം. എന്നാ പിന്നെ കാർത്തൂനെയും കൂട്ടി അകത്തേക്ക് പൊയ്ക്കോ മോനെ. എന്താ അമ്മയുടെ ഉദ്ദേശം? അവളെ സ്നേഹിച്ചാലേ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ പറ്റൂ. ആദ്യം അവളുടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞു പോകും, പിന്നെ അവളും. അതിനുവേണ്ടി എന്ത് നാടകം കളിക്കാനും ഞാൻ തയ്യാറാ.